In the Attic എന്നുള്ള സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്നത് റിയൽ ലൈഫ് ഇൻസിഡന്റ് ഓഫ് വാൾസ്റ്റോ സ്പിൽമാൻ സെക്കൻഡ് വേൾഡ് വാറിൽ അദ്ദേഹം നേരിട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സ്റ്റോറി പറയുന്നത്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ജർമ്മൻ പോലീസ് ഓഫീസർ അദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിലാണ്. സ്പിൽമാന്റെ ഒരു ഡയലോഗ് വെച്ചിട്ടാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ ഞാൻ ഇവിടുന്ന് അനങ്ങില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പോലീസ് ഓഫീസർ അദ്ദേഹത്തോട് പറയുന്നു, എനിക്ക് നിങ്ങൾ ഒന്നും ചെയ്യണം എന്നുള്ള ഒരു ഇന്റൻഷൻ ഇല്ല എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്പിൽമാൻ പറയുന്നു, ഞാനൊരു പിയാനിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ പോലീസ് ഓഫീസറുടെ മനസ്സിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവുകയാണ്. അങ്ങനെ നെക്സ്റ്റ് റൂമിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഒരു പിയാനോ ഉണ്ടായിരുന്നു, അത് അദ്ദേഹത്തോട് പ്ലേ ചെയ്യാൻ പറയാണ്. അപ്പോൾ അദ്ദേഹം ഒരു മ്യൂസിക് അതിൽ പ്ലേ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പോലീസ് ഓഫീസർ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നീ ഒരു ജൂ ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ജൂ ആണ്. നീ എങ്ങനെയാണ് നീ ഒളിച്ചിരിക്കാനുള്ള പ്ലാന്? അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇൻ ദി ആറ്റിക്, തട്ടിൻപുറത്താണ് ഞാൻ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പോലീസ് ഓഫീസർ ആ തട്ടിൻപുറത്ത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെ വേറൊരു പ്ലേസ് കാണാൻ, ഒരു ലോഫ്റ്റ്. എന്നിട്ട് സ്പിൽമാനോട് പറയാണ്, അവിടെ ഒളിച്ചോളൂ, അവിടെയാണ് ഒന്നുകൂടി സേഫ് എന്നുള്ള രീതിയിൽ പറയണം കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഈ ഓഫീസർ ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നീട് സ്പിൽമാൻ ഈ ഓഫീസറോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു ജർമ്മൻകാരനല്ലേ? അപ്പോൾ അദ്ദേഹം ഒരു ഇൻസൾട്ട്, അതൊരു ഇൻസൾട്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇതിന് അതെ എന്ന് മറുപടി കൊടുക്കണം കേട്ടോ. അങ്ങനെ സ്പിൽമാൻ ആ ലോഫ്റ്റിൽ ഒളിച്ചിരിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് സ്പിൽമാനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഓഫീസർ പിന്നീട് വരുന്നത്. അദ്ദേഹം വരുമ്പോൾ സ്പിൽമാന് കുറച്ച് ഭക്ഷണം കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് സ്പിൽമാനോട് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ തന്നെ ശരിക്കും ഒളിച്ചിരിക്കണം, എന്ത് വന്നാലും പിടി കൊടുക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഈ വാർ നിൽക്കും എന്നുള്ള രീതിയിൽ ഒരു ഹോപ്പും കൊടുത്തിട്ടാണ് അദ്ദേഹം അവിടുന്ന് പിന്നെ പോകുന്നത്. അങ്ങനെ പിന്നീട് ഡിസംബർ 12 സ്പിൽമാനെ കാണാൻ വീണ്ടും ആ ഓഫീസർ വരുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഞാൻ വോൾസ് നിന്ന് പോവുകയാണ്, അതായത് ആ പ്ലേസിൽ നിന്ന്, അദ്ദേഹം ഇപ്പോൾ ഉള്ള പ്ലേസിൽ നിന്ന് പോവുകയാണ്. എന്ത് വന്നാലും നീ ഇവിടെ പിടിച്ചു നിൽക്കണം, സർവൈവ് ചെയ്യണം യുദ്ധം എന്നുള്ള രീതിയിൽ വാണിംഗ് കൊടുക്കുകയാണ്. ഈ യുദ്ധം കുറച്ച് ദിവസം കൊണ്ട് അവസാനിക്കും എന്നുള്ള രീതിയിൽ വാണിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അദ്ദേഹം വേഗം പോവുകയാണ്. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ യുദ്ധത്തിന്റെ വാറിന്റെ സൗണ്ടുകളൊക്കെ നിൽക്കാൻ തുടങ്ങി. വെടിമുഴങ്ങുന്നൊക്കെ ശബ്ദങ്ങൾ ഒരു ജനുവരി 14 ആയപ്പോൾ നിൽക്കാൻ തുടങ്ങി. ജനുവരി 15 മോർണിംഗിന് തീരെ സൗണ്ടുകളൊന്നും കേൾക്കാതായപ്പോൾ അദ്ദേഹം ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വരുമ്പോൾ ഇദ്ദേഹം ധരിച്ചിട്ടുള്ള ഒരു ജർമ്മൻകാരുടെ ഒരു കോട്ടാണ്. കാരണം ഈ ഓഫീസർ അദ്ദേഹത്തിന് തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് കൊടുത്തിരുന്നു. അത് ധരിച്ചിട്ടാണ് അദ്ദേഹം പുറത്ത് വരുന്നത്. അപ്പോൾ ഇവർ ജർമ്മൻകാരനാണെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ഓഫീസേഴ്സ് ഫയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം വേഗം ഓടിയിട്ട് വീണ്ടും ആ ആറ്റിക്കിന്റെ ഉള്ളിൽ ഒളിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തെ സെർച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള പോളിഷ് ഓഫീസേഴ്സ് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ സെർച്ച് ചെയ്യാണ്. അദ്ദേഹത്തോട് പുറത്ത് വരാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു പോളിഷ്കാരനാണ്, ഞാനൊരു ജൂ ആണ്, എന്നെ കൊല്ലരുത് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. പിന്നെ അവരൊരു ക്ലോസ് എക്സാമിനേഷൻ ഒക്കെ നടത്തിയപ്പോൾ മനസ്സിലായി ഇദ്ദേഹം ഒരു പോളിഷ്കാരനാണ് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തെ ആർമി ഹെഡ് ഓഫീസിലോട്ട് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ നന്നായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വാഷ് ചെയ്യുന്നത്, അങ്ങനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാണ്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് പിന്നെ മിലിറ്ററി ഓഫീസിൽ നിന്ന് വിടുന്നത്. അങ്ങനെ സ്പിൽമാൻ വീണ്ടും ആ വാൾസ്ബോണിന്റെ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്, ഒരു പേടിയില്ലാതെ. കാരണം സ്വതന്ത്രനായി, ജർമ്മൻകാരൊക്കെ അവിടെ നിന്ന് പോയി. അങ്ങനെ അവർ സ്വതന്ത്രനായിട്ട് അയാളുടെ നാട്ടിലൂടെ നടക്കുകയാണ്. പക്ഷേ അയാളുടെ വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വിഷമത്തിലാണ് ജീവിക്കുന്നത്. ഇതാണ് ഇൻ ദി ആറ്റിക് എന്നുള്ള സ്റ്റോറി പറയുന്നത്. ഇദ്ദേഹത്തെ സേഫ് ആക്കാൻ ശ്രമിച്ച ജർമ്മൻ പോലീസ് ഓഫീസറിന്റെ പേര് വിൽ ഹോൾസ്ഫീൽഡ് എന്നാണ്. അപ്പോൾ അത്രയുള്ള സ്റ്റോറി. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്.